പത്തരമാറ്റിന്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമികയുടെ പിറന്നാൾ വരെയാണ്. പിറന്നാൾ ആഘോഷിക്കാനായിട്ട് അനന്തപുരിയിൽ എല്ലാവരും തീരുമാനിക്കുന്നുണ്ട്. ജാനകിയും ദേവിയാനിയും ജലജയും എല്ലാം ചേർന്ന് പിറന്നാൾ ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്നാ ഇതേ സമയം ദേവയാനി തീരുമാനിക്കുന്നുണ്ട് വിലമതിക്കാനാവാത്ത ഒരു വലിയ ഗിഫ്റ്റ് അനാമികയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കണമെന്ന്. അതിനായിട്ട് ദേവയാനി വാങ്ങിക്കുന്നത് 1.5 കോടി വിലമതിക്കുന്ന ഒരു നെക്ലേസ് ആയിരിക്കും. ഡയമണ്ട് നെക്ലേസ് ആണ് നമ്മുടെ അനാമികയ്ക്ക് സമ്മാനമായി കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നത്. പിറന്നാൾ ദിവസം വേണുവും രേവതിയൊക്കെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അനാമികയോട് ചോദിക്കുന്നുണ്ട്, പിറന്നാളായിട്ട് നിനക്ക് എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചിട്ടുണ്ടോ? എവിടുന്ന്? അവൻ ഇപ്പോഴും ആ നന്ദുവിനെ മനസ്സിലിട്ട് നടക്കുകയല്ലേ. അവൻ എൻ്റെ കാര്യം നോക്കാൻ എവിടെയാ സമയം? അങ്ങനെയൊന്നും ചെയ്യരുത്. നീ അവനെ അങ്ങ് കയ്യിലെടുക്കണം. അവൻ നമ്മുടെ സൈഡിലുണ്ടെങ്കിലാ നമുക്ക് ഈ വീട്ടിൽ നിന്ന് പല കാര്യങ്ങളും കിട്ടുള്ളൂ. അച്ഛൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മോൾക്ക് അറിയുന്നതല്ലേ. മോളെ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് വിട്ടത് തന്നെ അച്ഛനെ ഒന്ന് സെറ്റിലാക്കാൻ വേണ്ടിയിട്ടാ. അച്ഛന് ഇനിയും ഒരുപാട് കടങ്ങൾ ബാക്കിയുണ്ട്. ഇന്ന് നിനക്ക് എന്തായാലും എല്ലാവരും ഗിഫ്റ്റ് തരും. വിലമതിക്കാനാവാത്ത ഗിഫ്റ്റ് തരുമ്പോൾ അച്ഛനെ ഒന്ന് കാണണം കേട്ടോ. അച്ഛന് എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് തരികയാണെങ്കിൽ കുറച്ചായിട്ട് നമ്മുടെ കടങ്ങളങ്ങ് വീട്ടാം. അച്ഛൻ എന്താ പറയുന്നേ? ഇപ്പം തന്നെ ഞാൻ എത്രയാ അച്ഛന് തരുന്നേ? ഈ വീട്ടിൽ നിന്ന് തരുന്നതിനൊരു പരിധിയില്ലേ? ഇനി ഇവരെല്ലാവരും ചേർന്ന് എന്നൊരു ദിവസം പിടിക്കും. ആ നവ്യക്കാണെങ്കിൽ എന്നെ വല്ലാത്ത സംശയ. ഈ വീട്ടിൽ നിന്ന് എന്ത് സാധനം പോയാലും അവൾ എന്നെയാ സംശയിക്കുന്നത്. അവളുമാരെ രണ്ടുപേരെയും നമുക്ക് ഒതുക്കണം. അതിനുള്ളൊരു വഴി എൻ്റെ മനസ്സിലുണ്ട്. ഈ പിറന്നാളെന്ന് കഴിഞ്ഞോട്ടെ. നിനക്ക് എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടുന്നതെന്ന് ഓർത്ത് എനിക്ക് ആകെ ആകാംക്ഷയാണെന്ന് രേവതി പറയുന്നുണ്ട്. എന്ത് തരാനാ? ഇവരൊക്കെ എന്തെങ്കിലും തന്നാൽ തന്നെ അതിന് 100 കണക്കല്ലേ. മോളെ, നിനക്കെന്തായാലും ഞങ്ങൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണമല്ലോ. അതിനായിട്ട് ഞാനൊരു റോൾഡ് ഗോൾഡിൻ്റെ ഒരു മാല വാങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ അവരുടെ അടുത്ത് പറയൊന്നും വേണ്ട. നിനക്ക് ഞാൻ 10 പവൻ്റെ മാലയെ വാങ്ങിത്തന്നേന്നാ അവരോട് പറയാൻ പോകുന്നേ. നമ്മളൊട്ടും കുറയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് വാങ്ങിച്ചതാ. അച്ഛൻ എന്ത് പണിയാ കാണിച്ചേ? ഇവർക്ക് എത്രയോ ജ്വല്ലറികളുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവും സ്വർണ്ണാണോ അതോ മുക്കുവണ്ടാണോ എന്ന്. ഇത് അങ്ങനെയൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. സ്വർണം വെല്ലും ഇതിനു മുൻപിൽ എന്നൊക്കെ വേണു പറയുന്നുണ്ട്. അങ്ങനെ ആദർശും നയനയും ചേർന്ന് അനാമികയ്ക്ക് കൊടുക്കുന്നത് ഒരു ഡയമണ്ട് മോതിരായിരിക്കും. കൂട്ടത്തില് അനാമികയ്ക്ക് സാരിയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേക്ക് മുറിക്കാനായിട്ട് എല്ലാവരും വരുന്നുണ്ട്. കേക്ക് മുറിക്കാൻ നേരത്ത് അനി അവിടെ കാണില്ല. അനിയെ അനാമിക അന്വേഷിക്കുന്നുണ്ടെങ്കിലും ജാനകി പറയുന്നുണ്ട്, മോളെ നിന്നോട് പറഞ്ഞില്ലേ, ചിലപ്പോ അവൻ നിനക്ക് എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് പോയതായിരിക്കും. ഇതോർത്ത് നമ്മുടെ അനാമിക സന്തോഷിച്ച് നിൽക്കുകയായിരിക്കും. എന്നാ അനി കയറി വരുന്നത് നന്ദുവിനെ കൂട്ടിയായിരിക്കും. നന്ദു വഴിയില് വണ്ടി കേട് വന്ന് നിൽക്കുകയായിരിക്കും. നമ്മുടെ നയനയെ കാണാനായിട്ട് വീട്ടിലോട്ട് വരികയാണെന്നാണ് നന്ദു പറഞ്ഞത്. എന്നാ നീ കയറിക്കോ, ഞാനും വീട്ടിലോട്ടാണെന്ന് പറയുന്നുണ്ട്. ആദ്യം നന്ദു പറയുന്നുണ്ട്, വേണ്ട ഞാൻ വരുന്നില്ല, ശരിയാവില്ല എന്ന്. നിർബന്ധിച്ച് അനി തന്നെയാണ് വണ്ടിയിൽ കയറ്റി കൊണ്ടുവരുന്നത്. ഇത് കാണുന്ന അനാമികയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ജാനകിക്കും ദേവയാനിക്കും ഇങ്ങനൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് മാത്രം ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ എന്തോ ആയിക്കോട്ടെ, പിറന്നാൾ കഴിഞ്ഞിട്ട് ചോദിക്കുക എന്ന് കരുതി അനാമിക ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. നന്ദുവിനെ കാണുമ്പോൾ നയന വരുന്നുണ്ട്. എന്താ നന്ദു, നീ എന്താ ഇങ്ങോട്ട് വന്നേ? ചേച്ചി, അത് പിന്നെ ഞാൻ ചേച്ചിയെ കാണാനായിട്ട് വന്നതാ. ആണോ മോളെ, ഇന്ന് അനാമികയുടെ പിറന്നാളാ, മോള് കയറി വാ. അങ്ങനെ നന്ദു വരാതെ നിൽക്കുമ്പോൾ അനി പറയുന്നുണ്ട്, നീ എന്താണ് അവിടെ തന്നെ നിൽക്കുന്നേ, കയറി വാ എന്ന് പറഞ്ഞ് നന്ദുവിനെ കൂട്ടി വരുന്നുണ്ട്. എന്നാ അനാമിക ഇതൊക്കെ ഒന്ന് കഴിയട്ടെ, നീ എന്നിട്ട് നിനക്കുള്ളത് തരാമെന്ന് അനി എങ്ങനെ നോക്കി ചിന്തിക്കുകയാണ്. അനി എന്തെങ്കിലും ഗിഫ്റ്റായിട്ടായിരിക്കും വരുമെന്നായിരിക്കും അനാമിക കരുതുന്നത്. കയ്യിലൊന്നും കാണുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ കേക്ക് മുറിക്കുകയാണ്. കേക്ക് മുറിച്ച് അനിക്കും അച്ഛനും അമ്മയ്ക്കും ദേവയാനിക്കും ജാനകിക്കും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എന്നാൽ നയനയ്ക്ക് മാത്രം കൊടുക്കുന്നില്ല, ആദർശിനും കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നയനയ്ക്ക് സങ്കടമാവുന്നുണ്ട്. അതൊന്നും നോക്കാതെ നയന കേക്ക് എടുത്ത് അനാമികയുടെ വായിൽ കൊടുത്ത് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയണം. അങ്ങനെ പിന്നീട് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ കൊടുക്കുന്നത് ആദർശും നയനയും ചേർന്നായിരിക്കും. ഒരു ചെറിയ ബോക്സ് കാണുമ്പോൾ വലിയ വിലയൊന്നും കാണില്ല, എന്നാലും പിറന്നാൾ ഗിഫ്റ്റ് അല്ലേ എന്ന് കരുതിയിട്ട് വാങ്ങിക്കുന്നുണ്ട്. അപ്പം തന്നെ തുറന്നു നോക്കുന്നുമുണ്ട്. ഹോ, മോതിരായിരുന്നോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ അവർക്കതൊരു ചമ്മലായി തോന്നുകയാണ്. അങ്ങനെ സാരിയും ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. പിന്നീടായിട്ട് കൊടുക്കുന്നത് ജാനകി ആയിരിക്കും. ജാനകി കൊടുക്കുന്നത് ഒരു വളയായിരിക്കും.
വള അങ്ങനെ കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴും ഒരുപാട് സന്തോഷമാവാണ് വേണുവിനും രേവതിക്കും. അതിന്നൊരു വളയെങ്കിൽ വള കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നാണ് വേണു കരുതുന്നത്. അങ്ങനെ പിന്നീട് കൊടുക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. ദേവയാനി ഒരു വലിയൊരു ജ്വല്ലറി ബോക്സിൽ ഈ ഒരു നെക്ലേസ് അനാമികയ്ക്ക് കൊടുക്കുകയാണ്. അനാമിക ഈ ബോക്സ് കാണുമ്പോൾ തന്നെ ഞെട്ടുന്നുണ്ട്. എന്തോ കാര്യമായിട്ട് ഇതിലുണ്ടെന്ന് നമ്മുടെ വേണുവും രേവതി ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ ബോക്സ് തുറക്കുമ്പോഴായിരിക്കും ഒരു മനോഹരമായിട്ടുള്ള ഒരു ഡയമണ്ട് നെക്ലേസ് ആയിരിക്കും. എന്നാൽ ഈ ഡയമണ്ട് നെക്ലേസ് ഡിസൈൻ ചെയ്തത് നമ്മുടെ നയനയായിരിക്കും. നയനയെ വേദനിപ്പിക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. ഇത്രയും വില പിടിച്ച ഗിഫ്റ്റ് നയനയ്ക്ക് കൊടുത്തിട്ടില്ലല്ലോ. അതും നയന വരച്ചുണ്ടാക്കിയ അതേ ഡിസൈനിലാണ് ഈ നെക്ലേസ് അനാമിക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവരും ഞെട്ടുന്നുണ്ട്. അത്രയും മനോഹരമായിരിക്കും ആ നെക്ലേസ്. അങ്ങനെ ദേവയാനി അതെടുത്ത് അനാമികയുടെ കഴുത്തിലിട്ട് കൊടുക്കുകയാണ്. അനാമികയ്ക്ക് ഇങ്ങനെ ഒരു സന്തോഷം വേറെയുണ്ടോ? നെക്ലേസ് കഴുത്തിലിട്ടതിന് ശേഷം ആദ്യം നോക്കുന്നത് വേണുവിന്റെയും രേവതിയുടെയും മുഖത്തോട്ടായിരിക്കും. അങ്ങനെ നന്ദുവിനെയും നയനയെയും ഒരു പുച്ഛത്തോടു കൂടി അനാമിക ഇങ്ങനെ നോക്കുകയാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടി അനാമിക നിൽക്കുന്നു. പിന്നീട് നമ്മുടെ ജാനകി ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അതിനുശേഷം വേണുവും ആ മാല കൊണ്ട് കഴുത്തിലിട്ട് കൊടുക്കുകയാണ്. മോൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും വകയാണെന്ന് പറഞ്ഞ് അതും ഇട്ട് കൊടുക്കുമ്പോൾ ജാനകിക്കും ദേവയാനിക്കൊക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പിന്നീടായിട്ട് അനാമിക അനിയോട് ചോദിക്കുന്നുണ്ട്. അനി, നീ എന്താടാ എനിക്ക് ഗിഫ്റ്റ് തരുന്നേ? എന്താ നീ വാങ്ങിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അനി ഒന്നും വാങ്ങിക്കാണില്ല. അനിയാണെങ്കിൽ അത് നീ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ നിനക്ക് ഗിഫ്റ്റ് തരാന്. ഞാനൊന്നും വാങ്ങിയിട്ടില്ല. ഇനി എന്തെങ്കിലും നിന്നെ കൊണ്ടുപോയി വാങ്ങിച്ചു തരാം. അത് മതി, അത് നിന്റെ ഇഷ്ടത്തിന് വാങ്ങിക്കാലോ. എന്താ അനി ഇത്? നീ എന്താ ഇങ്ങനെയൊക്കെ? നിന്റെ ഭാര്യയല്ലേ? ഭാര്യയുടെ പിറന്നാളിന് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണ്ടേ? നീ എന്താടേ ഇങ്ങനെ എന്ന് ദേവയാനി ചോദിക്കുകയാണ്. ഈ സമയത്ത് ജാനകിയും പറയുന്നുണ്ട്. ശരിയായില്ല അനി, ഇത് നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. നീ അവൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കേണ്ടതായിരുന്നു. അവൾക്ക് എത്രമാത്രം സങ്കടമായി കാണും. ഏതൊരു ഭാര്യ ആഗ്രഹിക്കുന്നല്ലേ ഇതൊക്കെ? അത് പിന്നെ അമ്മേ, അവനെങ്ങനെയാ ഓർമ്മിക്കാൻ സമയം? അവനിവിടെ മറ്റുള്ളവരെ പുറകെ നടക്കല്ലേ. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണെന്ന് പോലും അവന് ചിലപ്പോൾ ഇവിടെ വന്നപ്പോഴായിരിക്കും ഓർമ്മ വന്ന് കാണുക. അമ്മ അതൊന്നും കാര്യമാക്കി എടുക്കണ്ട. അവനിങ്ങനെയൊക്കെ തന്നെയല്ലേ. പിന്നെ ചിലവരുടെ വർത്താനം കേട്ട് ഒരുപാടങ്ങ് മാറിപ്പോവും ചെയ്തു. ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എൻ്റെ പിടിപ്പുകേടാ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അനാമികെ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഞാനേ നിന്നെ കൊണ്ടുപോയി എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിത്തരാമെന്ന് കരുതിയിട്ടാ. പിന്നെ നിനക്ക് എന്താ ആവശ്യമുള്ളത്, നിന്റെ ഇഷ്ടം എന്താ, അതൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാനൊന്നും വാങ്ങിക്കാഞ്ഞേ. ഓ, അങ്ങനെ എല്ലാം എൻ്റെ ഇഷ്ടം നോക്കിയിട്ടാണോ നീ ചെയ്യാറ്? പല കാര്യങ്ങളും എന്നോട് ചോദിച്ചിട്ടാണോ നീ ചെയ്യാറ്? നീ ആ വർത്താനൊന്നും അനി എൻ്റെ അടുത്ത് പറയണ്ട. ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് തന്നെ ദേവയാനി പറയുന്നുണ്ട്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നല്ലൊരു ദിവസമായിട്ട് ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങളൊരു പ്രശ്നം വേണ്ട. അങ്ങനെ അനാമിക ദേഷ്യത്തോടു കൂടി ഉള്ളിലോട്ട് പോവാണ്. എന്നാൽ വേണു പറയുന്നുണ്ട്. ഇവിടെ നടക്കുന്നൊന്നും ഒട്ടും ശരിയല്ല. എൻ്റെ മോള് നന്നായി വിഷമിച്ചാ പോയത്. അങ്ങനെ കൂടെ വേണുവും രേവതിയും ചെല്ലുന്നുണ്ട്. എവിടെ അനാമികയ്ക്ക് എന്ത് വിഷമം? ദേഷ്യമുണ്ട്, കാരണം ഒരു ഗിഫ്റ്റും കൊടുത്തില്ലല്ലോ. എന്നാ വേണു പറയുന്നുണ്ട്. ആ നെക്ലേസ് ഒന്ന് നോക്കട്ടെ, എന്ത് ഭംഗിയാ. ഇതിന്ന് പകുതി എടുത്ത് വിറ്റാൽ തന്നെ നമ്മുടെ കടം വിടുമല്ലോ. പകുതി എടുത്ത് വിൽക്കാനോ? ഇതെന്താ മുറിച്ചു തരാൻ പറ്റുമോ? എന്നാലും അനി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അവൻ പോട്ടെ, ഈ നെക്ലേസിൻ്റെ വില എത്രയാണെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമോ? അത്രയും വില പിടിപ്പുള്ള ഗിഫ്റ്റാ അനിയുടെ വലിയമ്മ തന്നിരിക്കുന്നത്. നീ എന്തായാലും വലിയമ്മയെ സോപ്പിട്ട് നിൽക്കുന്ന നല്ലത്. അനിയോടങ്ങ് പൊക്കോളാൻ പറയും. ആദർശം നായനും തന്നു കണ്ടില്ലേ, ഒരു മോതിരേ. എന്തായാലും അച്ഛന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. ആ വാള ഇങ്ങ് തരുകയാണെങ്കിൽ അച്ഛന് എന്തെങ്കിലുമൊക്കെ ആവുമായിരുന്നു. അച്ഛാ, ഇത് പിന്നെ ഗിഫ്റ്റ് തന്നതാ. ഇനി എങ്ങാനും അമ്മ ഇത് വന്ന് ചോദിച്ചാ അമ്മ തന്ന ഗിഫ്റ്റാ, ഇത് കണ്ടില്ലെങ്കിൽ എന്താ വിചാരിക്കുക?